മഴ തോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയാണെങ്കിൽ ഇപ്പം ആ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയെ മാറിയിരിക്കുക. എന്നാൽ എന്തു ചെയ്യാനും ഇപ്പോൾ ബാലചന്ദ്രൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. ബാലചന്ദ്രൻ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അലീനയുടെ കൂടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ രോഹിത്തിനെ എല്ലാ തരത്തിലും മാറ്റിയെടുത്ത് കൊണ്ടുവന്നത് അലീനയാണ്. അതുകൊണ്ട് തന്നെ അലീനയുടെ സിസ്റ്റർമാർക്ക് അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്കും മാറുമെന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നില്ല രോഹിത്തിനെ മാറ്റിയെടുക്കുക എന്നുള്ളത്. എന്നാൽ രോഹിത്തിനെ പറ്റിയ ആ തെറ്റ് അതെല്ലാം പൊറുത്ത് കുടുംബം കൂടെ നിൽക്കുകയും ചെയ്യുന്നു. അതിന് എല്ലാത്തിനും കാരണം അലീനയാണ്. അലീന ആ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നെല്ലാം ബാലചന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. അവനെ സ്വന്തം അനിയനെ പോലെ തന്നെ കരുതുന്നുണ്ടെന്ന് കുടുംബത്തെ എല്ലാവരെയും, അതുപോലെ തന്നെ സ്വന്തം അച്ഛനെ പോലെ എന്നെ കരുതുന്നുണ്ടെന്ന് ബാലചന്ദ്രൻ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കൃഷ്ണമോളും അതുപോലെ തന്നെ വേറെ അനിയത്തിയും കൂടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നാനുള്ള കാരണം അലീനയോടുള്ള ആ ഒരു അടുപ്പം അവർക്ക് തോന്നാനും കാരണം അവരോടുള്ള ഇഷ്ടം മാത്രമാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ട് അവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ ചേച്ചി എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നുള്ള ചിന്തയും കൃഷ്ണമോൾക്കുണ്ട്. എന്നാൽ ബാലചന്ദ്രന് എല്ലാവർക്കും ഇഷ്ടം കൊണ്ട് മൂടുകയാണ് അലീന ആ വീട്ടിൽ. എന്നാൽ ഒന്നും മനസ്സിലാകാത്ത ഒരു ആൾ മാത്രമേ ആ വീട്ടിൽ ഇപ്പോഴും ഉള്ളത്. അലീനയുടെ അമ്മ ആ സത്യമൊന്നും തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെയാണ് ആ വാശിയിൽ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും എന്ത് കാര്യത്തിനും സപ്പോർട്ടായിട്ടുള്ള ബാലചന്ദ്രൻ എപ്പോഴും പറയാറുണ്ട്, നീയാണെങ്കിൽ ഈ വീട്ടിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതല്ലേ, എല്ലാ ജോലിയും അതുപോലെ തന്നെ. എന്തായാലും നിന്നെ മനസ്സിലാക്കാൻ ഒരു ദിവസം അവൾ ഉണ്ടാവും, അത് നീ ഓർത്തിരിക്കണം. അന്നാണെങ്കിൽ പരിഭവങ്ങളോ ഒന്നുമില്ലാത്ത അമ്മയും മോളും മാത്രമുള്ള സ്നേഹമുള്ള ഒരു കുട്ടിയായിട്ട് നീ ഈ വീട്ടിൽ കളിച്ച് നടക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എനിക്ക് അവളുടെ അടുത്തുള്ള വെറുപ്പ് ഒരിക്കലും മാറില്ല, അത് ഇനി ഒരിക്കലും മാറത്തുമില്ല എന്ന് ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. അലീനയാണെങ്കിൽ പനിയായിട്ട് കിടക്കുക. എന്നാൽ പനിയായോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അനിയത്തി. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ അറിഞ്ഞില്ലേ അനിയത്തി ഇങ്ങനെ പറയുന്നത്, കേട്ടില്ലേ കൃഷ്ണ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ഞാനൊന്നും കേട്ടില്ല. ഞാൻ പറയാം, ഇനി ആ ചേച്ചിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കാൻ പറ്റുമോ? അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ അന്തം വിട്ട് നോക്കുക. എന്തായാലും അവളടുത്ത് ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു, എന്നിട്ടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നെങ്കിൽ ഇഷ്ടം തോന്നിയിട്ടല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങുന്നുണ്ട്. വാങ്ങിച്ച് അലീനയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അനിയത്തി തന്നെയാണ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, പനി വേണോ, ഞാൻ വിക്സ് ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ അടുത്ത് പോകുന്നുണ്ട്. അലീനയ്ക്ക് അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും എന്നെ ഏറ്റവും വെറുത്തിരുന്ന ഈ കുട്ടി ഇപ്പോൾ എന്നെ അടുത്ത് വന്ന് എന്നെ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കരയുകയാണ്. ഇത് കേട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കരയുന്നത്? ഇല്ല, എനിക്ക് സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അലീന പറയുന്നുണ്ട്. ആ റെസ്റ്റ് എടുക്കുക, ഞാൻ മരുന്ന് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്ന് കൃഷ്ണയോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ കഞ്ഞി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കഞ്ഞി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അലീന ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല എന്ന് അലീന പറയുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് കവിളിലൊക്കെ നുള്ളുന്നുണ്ട്. എന്താ മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ദേഷ്യം പുറത്ത് കാണിക്കുന്നെങ്കിലും ഉള്ളിൽ ഭയങ്കര സ്നേഹമുള്ള ഒരു അനിയത്തിക്കുട്ടിയായിട്ട് അലീനയ്ക്ക് അവളെ തോന്നുകയാണ്. അതുകൊണ്ട് ആ കുസൃതികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക അലീന. അതുപോലെ തന്നെ അലീന സുഖമില്ലാതെക്കുന്ന ഈ സമയത്ത് അനിയത്തിമാരെല്ലാവരും മത്സരിച്ച് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സന്തോഷത്തോടെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ കോഫിയുമായിട്ട് വരികയാണ് അലീനയ്ക്ക്. അപ്പോഴത്തേക്ക്, ഈ ചുക്ക് കാപ്പിയാണ് ഇന്ന് എൻ്റെയും, ഇനി നീ ഇവിടുന്ന് എഴുന്നേറ്റാലേ എനിക്ക് നല്ലൊരു ചായയും കുടിക്കാൻ പറ്റുള്ളൂ, അത് നീ ഓർക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്,
എനിക്കിപ്പോൾ ഇതെല്ലാം ആസ്വദിക്കാൻ തോന്നുന്നുണ്ട്. കുറച്ച് ദിവസം കൂടെ ഞാൻ ഇങ്ങനെ കിടക്കാനായി എനിക്കിപ്പോൾ ഇഷ്ടം എന്നും പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നിൻ്റെ അടുത്ത് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, അതിനൊരു കാര്യമുണ്ട്. എൻ്റെ അനിയത്തിയല്ലേ അവളും, അതുപോലെ തന്നെ രോഹിത്ത് എൻ്റെ അനിയനുമാണ്. അതുകൊണ്ട് ഞാൻ അവരെ അതുപോലെ തന്നെയാണ് കരുതുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു മാറ്റം എനിക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്ന് ബാലചന്ദ്രനടുത്ത് അലീന പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും എല്ലാ സപ്പോർട്ടിനും അച്ഛൻ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആവാൻ കഴിയുന്നത് എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നു, എന്തായാലും നീ വിഷമിക്കേണ്ട, നീ റെസ്റ്റ് എടുത്തോ, നീ ഏതുവരെയാണ് പോകുന്നതെന്ന് നോക്കാം. എന്തായാലും അവിടെ മുറ്റം തൂക്കാനൊക്കെ ഭയങ്കര മത്സരമാണ്. ഞാനാണെങ്കിൽ ഒരു ജോലി ചെയ്യാൻ പോവുക. കൃഷ്ണയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നീ ആണെങ്കിൽ വന്ന് എന്നെ സഹായിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനിയത്തി. അങ്ങനെ നല്ല ഉദ്ദേശമാണെങ്കിൽ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് മുറ്റം തൂക്കാനും വീടടിച്ച് തൂക്കാനും എല്ലാത്തിനും രണ്ടുപേരും കൂടി മത്സരിച്ചിപ്പോൾ ജോലി ചെയ്യുക, അലീനയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ. എന്നാൽ അലീനയ്ക്ക് ഇത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയും ചെയ്യുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ഇനി അവിടെ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിയണം എന്ന് വിചാരിച്ച് അങ്ങനെ അലീന റെസ്റ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ എല്ലാവർക്കും ഒരു സ്നേഹം തോന്നി തുടങ്ങിയത്? അതോ നിനക്ക് എങ്ങനെയാണ് സ്നേഹം തോന്നി തുടങ്ങിയത്? അതുപോലെ തന്നെയാണ് എനിക്കും. നീ അതിനെക്കുറിച്ച് പറയണ്ട, നീ ജോലി ചെയ്തോ എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുക. ബാലചന്ദ്രൻ ഇതെല്ലാം നോക്കി നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അലീനയോടുള്ള ആ വീട്ടിലെ എല്ലാവർക്കുള്ള മാറ്റം അത് വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെ കാണാൻ വേണ്ടി എല്ലാവരെയും മാറ്റം കണ്ടിട്ടും അതുപോലെ തന്നെ രോഹിത്തിൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ അലീനയ്ക്ക് എല്ലാവർക്കും ആ വീട്ടിനെ സന്തോഷമുള്ള നാളായിരിക്കട്ടെ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ബാലചന്ദ്രൻ.